ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ അല്ല. ഇന്ന് ഡ്രോയിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഒരു ട്രാവൽ വ്ലോഗാണ്. ഇന്ന് ഗുരുവായൂർക്കാണ് പോകുന്നത്. ഇവിടെ പട്ടാമ്പി ഓങ്ങല്ലൂരുള്ള കടപ്പുറമ്പത്തുകാവിൽ വന്നതാണ്. ഇവിടുന്ന് തൊഴുതിന് ശേഷം ഗുരുവായൂർ പോകാനാണ് പ്ലാൻ. അതൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ഈ ചുവന്ന പ്രസാദം ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പോ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഗുരുവായൂർക്ക് ഒരു പെയിന്റിങ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ കർക്കിടക മാസല്ലേ, അപ്പൊ ഈ മാസത്തിൽ തന്നെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പോവാ. അങ്ങനെ ഞങ്ങൾ ഭഗവതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. ഈ പട്ടാമ്പി ഷൊർണൂർ റോഡിൽ കൂടെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ് ഓടിക്കുന്നേക്കാൾ നല്ലത് തോണി ഇറക്കാവും. അങ്ങനെയാണ് കുണ്ടും കുഴിയും വെള്ളമൊക്കെ. മഴയായപ്പോൾ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ എപ്പോഴാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അച്ഛൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് പതുക്കെ പോവാം. എന്റെ മനോഹരമേഘം കായാമ്പൂവിലും എന്റെ മനസ്സിലും മഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ചന്ദന ചർച്ചിത. അങ്ങനെ 12:30 ആയപ്പോൾ ഗുരുവായൂരെത്തി. പോണ വഴിക്ക് ഇതാ ഒരു യോഗാചാര്യനെ കണ്ടു കേട്ടോ. ആള് സൂര്യ നമസ്കാരമാണ് ചെയ്യണത്. നല്ല രസമുണ്ടായിരുന്നു ആ കടപ്പ് കണ്ടപ്പോൾ. ഗുരുവായൂർ കണ്ടില്ലേ തിരക്ക്. പൊതുവേ ഗുരുവായൂർ തിരക്ക് കൂടുതലാണ്. ഒഴിവ് ദിവസമാകുമ്പോൾ കുറച്ചും കൂടി കൂടി. ഉച്ചപൂജ സമയത്ത് കയറി തൊഴാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സാധാരണ വീട്ടിൽ നിന്ന് വരാറുള്ളത്. അതാകുമ്പോൾ ഒരു 1:30 ക്യൂവിൽ കയറി കഴിഞ്ഞാൽ 2:30 നട അടയ്ക്കുന്നതിന് മുന്നേ എല്ലാവർക്കും തൊഴായിരുന്നു. ഇന്ന് തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്യൂ നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഭഗവാന്റെ പ്രസാദൂട്ട് കഴിക്കാനായിട്ട് പോയി. ഞങ്ങളങ്ങനെ പോകുന്ന സമയത്തൊക്കെ പ്രസാദൂട്ടിൻ്റെ ക്യൂവിൽ നിൽക്കുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ നേരെ ദേവസ്വം ഗണപതിയുടെ അവിടെ പോയി അവിടെ തൊഴുതു. അപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു കുറവുണ്ടായിരുന്നു. മഴ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുള്ള പെയിൻറ്റിങ്. ഇതാണ് ഭഗവാനെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇനി ഭഗവാനെ ഈ ചിത്രം സമർപ്പിച്ച് തൊഴുതിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ തൊഴുത് ഇറങ്ങിയിട്ടോ. നല്ല രീതിയിൽ തൊഴാനായിട്ട് പറ്റി. ഞങ്ങളൊരു 2:30 ആയപ്പോഴാണ് ക്യൂവിൽ കയറിയത്. 3:30 അമ്പലം തുറക്കുമ്പോൾ തൊഴാൻ പാകത്തിന്. ഇപ്പോൾ ക്യൂവിൽ കയറിയ സുഖമാണല്ലോ. നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ളതുകൊണ്ട് അത്ര ക്ഷീണമൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു 4:45 ആയി അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റിയപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മയൂർ പോയി തൊഴുതു. അതിൻ്റെ ഇടയിൽ രാമകൃഷ്ണയിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. അതൊന്നും വീഡിയോയിലൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. കൂടാതെ നല്ല മഴയായതുകൊണ്ട് പ്രത്യേകിച്ചിട്ടും ഫോൺ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരക്കുണ്ടായിരുന്നെങ്കിലും തൊഴാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. നല്ല രീതിയിൽ കുറേ നേരം നിന്ന് തൊഴാനൊക്കെ പറ്റി. അവിടെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ കൊടുത്തു, സമർപ്പിച്ചു. നല്ല സന്തോഷം തോന്നി. യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തി. 9:15 കഴിഞ്ഞിട്ടോ. ഇന്ന് കൂടുതലും ഭയങ്കര കരച്ചിൽ. രണ്ടാൾക്കാരുണ്ട് ഇവിടെ, പൂപ്പിക്കുട്ടനും പിന്നെ കിറ്റിയും മറ്റുള്ള പൂച്ചക്കുട്ടി. രണ്ടാളും ഇവിടെ ഞങ്ങളെ കാണാത്തോണ്ട് ഭയങ്കര അലമ്പായിരുന്നു. രണ്ടും കൂടി അടിപിടി കൂടി എന്താ ഉണ്ടായെന്ന് അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും 9:15 ആയി.
ഇന്ന് ഭയങ്കര മഴയായിരുന്നു. പിന്നെ അതുമല്ല അമ്പലത്തിലാണെങ്കിൽ ഭയങ്കര തിരക്കും. ഇന്ന് ഒഴിവല്ലേ, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒഴിവല്ലേ, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് അമ്പലത്തില്. പിന്നെ മഴയായോണ്ട് തന്നെ കുറേയൊക്കെ ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റിയില്ല. കുറേ വിഷ്വൽസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാ പോയത്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പൊ മമ്മിയൂര് വരുന്ന വഴി മമ്മിയൂര് തൊഴുതു ഒക്കെ കഴിഞ്ഞിട്ട് 9:15 വീട്ടിലെത്തി. ഇനി എന്തായാലും കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ഡ്രോയിങ് കൊടുക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ കൊടുക്കാൻ പറ്റി. ഡ്രോയിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ മുന്നേ ഞാൻ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്നതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വീണ്ടും പറയാണ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു വീഡിയോയില് ഡ്രോയിങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാവൽ ബ്ലോഗ് ഒക്കെ ആയിട്ട് വരാം. അതിലേക്കും ബൈ.